ഹലോ, ഹരി ഓം. ഞാൻ ലത. എൻ്റെ അമ്പലയാത്ര ചാനൽ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഖാർഗർ സ്റ്റേഷൻ്റെ അടുത്തുള്ള നമ്മുടെ ഇസ്കോൺ ടെമ്പിളാണ്. കൃഷ്ണൻ്റെ വൃന്ദാവനം പറയില്ലേ, അതേമാതിരി 75 കോടിയിലധികം ചിലവഴിച്ചിട്ട് ഈ വർഷം ജനുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തില്ലേ, അതാണ്. കാണേണ്ട അമ്പലമാണ് ബോംബെയിൽ. അത്ര ഇവരുടെ വൃന്ദാവനം ഇസ്കോൺ ടെമ്പിളുകൾ ബോംബെയിൽ കുറേ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും വലിപ്പമുള്ളതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തതും അങ്ങനെ എന്തോ ആണ് ഇത് പറയണത്. ഏഷ്യയാണോ വേൾഡാണോ എന്ന് അറിയില്ല, എൻ്റെ സംശയം. അങ്ങനെ അത്ര അവിടെ എഴുതിയിട്ട് അവിടെ പറയുന്നത് കേട്ടു, ഇങ്ങനെ സെക്കൻഡ് ഇതിലാണെന്ന്. ഇതിപ്പോൾ ഖാർഗർ സ്റ്റേഷനിൽ ബസ്സിൽ പോകാം. ബസ്സിൽ പോയാൽ 10 മിനിറ്റ് നടക്കണം. ഓട്ടോയിലാണെങ്കിൽ ഗേറ്റ് വരെ വിടും. ഇപ്പോൾ ഹാർബർ ലൈനിൽ കൂടെയാണ് പോണത്. നമ്മൾ CSTMന്ന് ഹാർബർ ലൈനിൽ കൂടെ പൻവേൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഖാർഗറിൽ ഇറങ്ങാം. അതേപോലെ താനെ സെൻട്രലിൽ നിന്ന് ഹാർബർ ലൈൻ ട്രെയിനുണ്ട് പൻവേൽ, അവിടെ 9-10 പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവുക. അതിൽ കയറിയാലും ഖാർഗർ സ്റ്റേഷനിൽ എത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പുറമേ ഭയങ്കര പണികൾ നടക്കാൻ നിന്ന് തിരിയ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ അതൊരു അഭംഗിയാക്കണില്ല. നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കാണിച്ചു തരാം. അങ്ങനെ വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ആ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്താറായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അകലെ നിന്ന് തന്നെ കാണാൻ പറ്റും. കണ്ടില്ലേ എന്തൊരു വ്യൂ ആണ് ശരിക്ക്. അത്രയും ഒന്നാമത് ഫുൾ മാർബിളാണ്. ആ മാർബിളിൽ ഒഴിഞ്ഞ ഏരിയ, ആ ഒരു കുന്നിൻ്റെ ചുറ്റോറും കുന്നാണ് അതിൻ്റെ ഇതിലാണ്. ഇപ്പോൾ നമ്മൾ ഗേറ്റിലെത്തി. ചില സ്ഥലത്ത് ഫോട്ടോ, ചില സ്ഥലത്തെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുള്ളൂ. കാരണം എല്ലാ ഭംഗിയും നമ്മൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണാനുള്ള അർത്ഥമില്ലല്ലോ. വന്ന് കാണേണ്ട ഭംഗി വന്ന് കാണാൻ തന്നെ വേണം. ഇപ്പോൾ ഇതാണ് ഗേറ്റിൻ്റെ എൻട്രി. ഇവിടെ ഇപ്പോൾ പറയല്ലേ, ഇതുവരെ പോളൂ അവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വിടില്ല. അത്രയും വയ്യാത്തവരാണെങ്കിൽ സെക്കൻഡ് ഗേറ്റ് കൂടെ മുകളിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വേറെ ഗേറ്റ് കൂടെ നേരെ കടത്തി വിടുന്നുണ്ട്. അത് പെർമിഷൻ വേറെ എടുക്കണം. ഇപ്പോൾ ഇത് വേറെ ടൈൽസ് ഇട്ട് മാർബിളല്ല. മാർബിളാകുമ്പോൾ ചൂടെടുക്കും. ഇത് ഇങ്ങനെ ഇട്ടുണ്ട്. വീൽ ചെയർ വേണ്ടവർക്ക് വീൽ ചെയർ ഉണ്ട്. ഇവിടെ ചെരുപ്പ് കവറിലാക്കിയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ സേവനമാണ്. ഒന്നാമത് ഇവിടെ ഉള്ളവർ സേവന മനസ്ഥിതി ഉള്ളവരാണ്. പിൻ ഡ്രോപ്പ് സൈലൻ്റിൽ ഹരി ഓം, ഹരേ കൃഷ്ണ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വർത്തമാനം പറയുക. അത്രയും ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദം. ശരിക്കും കണ്ടില്ലേ എന്തൊരു ശരിക്കും പൂന്തോട്ടം, മരങ്ങളെല്ലാതും അങ്ങനെ തന്നെയാണ്. വയലറ്റ്, പിങ്ക് താമര, മന്ദാരം, അതാണ് അവിടെ കണ്ട ചെടി. ഇവിടെ കണ്ടില്ല ഓരോ ചുമരുമ്പിലും ഓരോ ചിത്രം, ഓരോ കഥയുണ്ട്. ഇതിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോണ വഴി അവർ കാണിക്കുന്നുണ്ട്. മീൻസ് പ്രസാദം കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. ഇവിടുത്തെ തന്നെ സ്വാത്തിക് ഖാന എന്ന് പറയും. അധികം മസാലയൊന്നും ഉണ്ടാവില്ല, ഉള്ളിയും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണ്, ആർക്കും കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഗീത മാരത്തോണാണ്. ഇവിടെ ഗീത ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്രയും അധികം ഇവർ പറയില്ലേ നല്ലോണം ആ ഒരു മനസ്ഥിതിയോട് കൂടി ചെയ്യണതാണ്. കണ്ട് ഇവിടെ കാല് കഴുകാനും ഇതൊക്കെ കുറേ ആൾക്കാർ വരുമ്പോൾ തിരക്ക് കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അവിടെ ഒരു കുളമുണ്ട്, പക്ഷെ അവിടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. എല്ലാ പടികളും മാർബിളാണ്. കണ്ടില്ലേ ദ്വാരപാലകരെ. അതാണ് ഉദ്ഘാടനം ചെയ്തത്. കണ്ടില്ലേ എന്ത് നീറ്റാണ്. ഒന്നാമത് മാർബിളാണ്. വെള്ളമൊഴിച്ച ആ ഒരു ഇതിലങ്ങോട്ട് ക്ലീനായി പോകും. അത്ര ഭംഗിയില്ലേ, നല്ല വ്യൂ അല്ലേ ശരിക്കും. പുറത്ത് സ്കൈ സ്ക്രാപ്പേഴ്സ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ശരിക്കൊരു വൃന്ദാവനം എന്ന് പറയുന്നത് നമ്മളൊരു വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയത്. മുകളിലേക്ക് കയറാൻ മാർബിൾ പടികൾ തന്നെയാണ് കയറണം. അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ പിടിക്കാനുണ്ട്. പക്ഷേ അത്ര അധികം ഹൈറ്റഡ് അങ്ങനെ ഹൈറ്റിലല്ല. സ്റ്റെപ്പ് കണ്ടില്ലേ അത്ര അധികം ഹൈറ്റില്ല. അതുകൊണ്ട് കയറാൻ വിഷമമില്ല, കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റും എല്ലാവർക്കും. അതാണ് എനിക്ക് തോന്നിയത്. എല്ലാതും മാർബിളാണ്. തൂണുകളായിക്കോട്ടെ എല്ലാതും. അത് കഴിഞ്ഞ് ഇതായിട്ട് നോക്കുക. വാതിലുകളൊക്കെ പറയില്ലേ ശരിക്കും ഒരു കൊട്ടാര വാതിൽ മാതിരി തന്നെ നല്ല വാതിലുകൾ എല്ലാം മാർബിളിൽ ഡിസൈൻ ചെയ്തത്. തൂണുകളും മാർബിളാണ് എല്ലാം. അത് കഴിഞ്ഞ് ജനല കണ്ടില്ലേ ഒക്കെ മാർബിൾ ഡിസൈനുകളാണ് ഫുള്ള്. ഇതാണ് ഉള്ളിലേക്കുള്ള എൻട്രി. നേരെ ഉള്ളിടത്തല്ല. ഓരോ ചുമരുമുള്ള ഓരോ ചിത്രത്തിനും ഓരോ കഥയുണ്ട്. കണ്ടില്ലേ കുചേല എൻ്റെ കഥ പറയണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് ഇതാ ഡിസൈൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് എൻട്രി ഇല്ല. അതേമാതിരി പറയില്ലേ ഓരോ ഡിസൈനും ഫുൾ മാർബിൾ ഡിസൈനുകൾ എന്തായാലും അത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഒരു ഗാർഡൻ മാതിരി ഒരു പ്രത്യേക രീതിയിൽ പൂക്കളാലൊക്കെ അലങ്കരിച്ചിട്ട് ഒരു ഇത് ഭംഗി ഉണ്ട്.
പിന്നെ അവിടെ ഈ അമ്പലത്തിലേക്ക് വേണ്ട ചന്ദനത്തിരികളോ അങ്ങനെ ആ ഓരോ സാധനങ്ങൾ അവിടെ ആ വഴിപാടിന് കൊടുക്കണമെങ്കിൽ പൂവ് അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഹരിയോം ചെല്ലാനുള്ളതാണ്. ഇതൊക്കെ ഉണ്ടല്ലേ വേറൊരു ചിത്രം. ഇത് വിശ്വരൂപം കാണിച്ചതാണ് ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത്. പൂതന ആ ഒരു ഇത് ഓരോ ഫോട്ടോസിനും ഓരോ കഥ ഉണ്ട്. അത് അങ്ങോട്ട് പോകാൻ എൻട്രി ഇല്ല, എന്നാലും ഞങ്ങൾക്ക് പറ്റാവുന്ന മാതിരി എടുത്ത് കാണിച്ചെന്ന് മാത്രം അവർ അനുവദനീയം. അപ്പോൾ ഒരാളെ അനുവദിച്ചാൽ പിന്നെ എല്ലാവരും വരില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഫോട്ടോഗ്രാഫി. അത് ഇപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ സമ്മതിച്ച സ്ഥലത്ത് വീഡിയോ എടുത്തു, അല്ലാത്തോട്ട് സമ്മതിക്കില്ല. കണ്ടു മുകളിലത്തെ ചിത്രം അവിടെയും ഫോട്ടോസ് ഉണ്ട്. എത്ര ഭംഗിയാണ്, ഭയങ്കര ഹൈറ്റഡാണ്. എത്ര രസമായിട്ടാണെന്നുണ്ട് പറയൂ, നല്ലതായിട്ടാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഷോപ്പുണ്ട് അവരുടെ ഡ്രസ്സുകളോ. അപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ വന്ന് അവിടെ താമസിക്കുന്നതൊക്കെ ചെയ്യും. അവിടെയും ഗീത മറ്റവരെ ചാൻറ്റിങ്ങിനുള്ള മാല, ജപമാലയില്ലേ, അതും ചന്ദനത്തിരി, അവരുടെ സോപ്പുകൾ, അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒക്കെയാണ് ഫുള്ള് അതിൽ വെച്ചിരിക്കുന്നത്. പെർഫ്യൂമുണ്ട്. അങ്ങനെ അത്ര മീൻസ് സെൻറ്റ് എന്താ പറയുക, അങ്ങനെയുള്ള മൈൽഡായിട്ടുള്ള അവരായിട്ട് ഉണ്ടാക്കുന്ന സാമഗ്രികളാണ് അവിടെ ഉള്ളത്. അതിന് തന്നെ ഷോപ്പ് അവർ എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഓരോ സ്ഥലവും. നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും എത്ര കാണിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. കണ്ടില്ലേ, നേരെ പാസേജ് പുറത്തേക്കുള്ളതാണ്. 2 സൈഡിൽ കൂടി ഉണ്ട് എൻട്രി, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനും എന്നുള്ളത് മാതിരി. അപ്പോൾ കണ്ടില്ലേ, ആനയും മാർബിളുണ്ട്. ഒരു 5-6 ആനയുണ്ട് അപ്പുറത്ത് ഇങ്ങനെ ദ്വാരപാലകന്മാർ വെച്ചിട്ടുണ്ട്, ആനകളും. അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട്. എന്ത് ഭംഗിയാലേ സീനറി. ശരിക്കൊരു വൃന്ദാവനം ഫീലിംഗ് ചെയ്യണില്ലേ നിങ്ങൾക്ക്? നല്ല ഭംഗി വ്യൂ. ആനകൾ കാണാല്ലേ, അപ്പുറത്തെ ബിൽഡിങ് ചുറ്റോറും കുന്നുകളാണ് പറഞ്ഞില്ലേ, അതാണ്. ഭജന കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത്. ശരിക്കും അങ്ങനെയാണ് അവിടെ ഭജന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഫോട്ടോ എടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ അപ്പോൾ എടുത്തതാണ്. അപ്പോൾ അവിടെ അയാൾ ആരോ ആണോ തോന്നുന്നുണ്ട്. അതുകൊണ്ട് കണ്ടില്ല എന്ത് ഭംഗിയില്ല മൂർത്തി, എത്ര ഭംഗിയായിട്ടാണ്. കാരണം മൂർത്തി നമ്മളിങ്ങനെ അകലേക്ക് പ്രകാശിക്കും. ശരിക്കും ആ മാർബിളാണ്, അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റും മൂർത്തീനെ. അതാണ് പ്രത്യേകത. ഫുൾ ഡിസൈൻ ഉണ്ട്, ഭണ്ഡാരങ്ങളുണ്ട് അവിടെ. അത് മൊബൈൽ സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി അങ്ങനെയും ചെയ്യാട്ടോ, അങ്ങനെയുണ്ട്. പിന്നെ തൊഴാൻ വരുന്നവർക്ക് അവർ നെറുകയിൽ കിരീടം മാതിരി വെച്ചിട്ട് അനുഗ്രഹിച്ചു തരും. അപ്പോൾ അത് സൗത്ത് കർണാടക സൈഡിലും ഒക്കെയാണ്, തിരുപ്പതിയിലൊക്കെയാണ് കർണാടക. അതേമാതിരി ദർശനം വരുന്നവർക്ക് അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ആരതി കാണിച്ചിട്ടുള്ള ഒരു ഇത് വരും, അതാണ്. പിന്നെ ഒരു 11:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭോഗ് ആണ് ഭഗവാനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടില്ല, പൂജാരി നിൽക്കുന്നത് അടയ്ക്കാനുള്ള പരിപാടി ഭോഗ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പൂജാരിൻ്റെ അവിടേക്ക് നമ്മൾ തിരിഞ്ഞ് ഓരോ വട്ടം ഓരോ ചുറ്റുറൊക്കെ ഇറങ്ങിയിട്ട് കണ്ടില്ലേ, ഓരോ സൈഡിലെയും വ്യൂ അത്രയും തന്നെ. അപ്പോൾ ഭോഗ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും അന്നദാനം ഉണ്ട്. അന്നദാനം ആ സമയം വരെ എന്നുള്ളതാണ്, എത്ര ആൾക്ക് എന്നുള്ളതല്ല കണക്ക്. വീണ്ടും തിരിഞ്ഞെത്തിയപ്പോൾ വീണ്ടും ഭജന കേട്ടല്ലോ. ഭജന കണ്ടില്ലേ, ഇവരും ഹാർമോണിയവും കുഞ്ചിഞ്ചിയും കൂടിയിട്ട് അത്രയും ഇൻസ്ട്രുമെൻ്റേ ഉള്ളൂ. ഇത്ര രസമായിട്ട് ഇടയ്ക്കാതെ മൃദംഗന്മാരി ഇവിടുത്തെ ഡോളുണ്ടാവും, അത്രയുമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇതാവും, ഞാൻ മാപ്പിൽ സ്ഥലം ഇതിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയണേ. എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യണതോ വ്യത്യാസമുണ്ടോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക്
വ്യത്യാസപ്പെടുത്താമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു.